ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഹൈപ്പും കൂടെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനുവിനെയും അതുപോലെ നമ്മുടെ ശിവശങ്കര മേനോനുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹരിനെ കണ്ടിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക. കമലയാണെങ്കിൽ ഇവരെ കാത്തിരിക്കാൻ കേട്ടോ, കണ്ണിൽ എണ്ണ ഒഴിച്ച് ഹരിയുടെ കാര്യം അറിയാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കമല ചോദിച്ചു, ചെന്ന് കയറി ഉടനെ തന്നെ ചോദിക്കുന്നത് എന്തായി, അവനെ കണ്ടോ എന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു, അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അവന് എന്താ പറഞ്ഞത്? അവനോട് നിങ്ങൾ കേസിന്റെ കാര്യം സംസാരിച്ചായിരുന്നോ ശിവേട്ടാ? അപ്പോഴത്തേക്കും മനു ചോദിച്ചു, അതെ, മറുപടി അച്ഛൻ പറയണോ അതോ ഞാൻ പറയണോ? അപ്പൊ ശിവൻ പറഞ്ഞു, അതെ, എല്ലാത്തിനും ഉത്തരം നിനക്ക് മനു തരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ അകത്തേക്ക് കയറി പോയിട്ട് അതിനു മുമ്പ് പറയുകയും ചെയ്തു, എല്ലാം നീ ക്ഷമയോടുകൂടി തന്നെ കേൾക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോയത് ശിവന്. അപ്പൊ മനുവാണ് ബാക്കിയുള്ള മറുപടി എല്ലാം കൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ കമല ചോദിച്ചു, മനു നീ കാര്യം പറ, എന്തായി അവന്റെ കാര്യം? അവന് എന്നതാ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ലൊന്നും. അല്ല, അവനാ ശരണ്യെ ഇതിനു മുമ്പ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞീയ. ഞങ്ങൾ അവനെ കണ്ടു, ചെറിയ ക്ഷീണമൊക്കെ അവനുണ്ട്, വലിയ ക്ഷീണമൊന്നുമില്ല. പിന്നെ മറ്റന്നാള് അവന്റെ കൂടെയുള്ള മറ്റവന്മാർക്ക് ജാമ്യം കിട്ടും. ഹരിയുടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അവൻ പറയുന്നത് മുമ്പേ ഒന്നും അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ആ വകുപ്പ് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മൊഴി തന്നെയാ പ്രധാനം. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൻ മാത്രം കുറ്റക്കാരനാകും, എന്റെ മോന് മാത്രം ജാമ്യം കിട്ടൂല, ബാക്കിയുള്ളവരൊക്കെ കേസിൽ നിന്ന് ഊരിപ്പോകും. മനസ്സിലായി. മറ്റവന്മാരുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് വളയാത്ത നട്ടലും മൂപ്പുള്ള നാക്കും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെടും. എനിക്ക് ഇതുപോലെ മോണഗുണാഞ്ചനായ കെട്ടിയവനും ഒരു മോനും ആണല്ലോ. ഒരാൾക്ക് പെങ്ങടെ കാര്യത്തിന് നട്ടലിന് നല്ല നിലം വരും. നിനക്ക് വേലക്കാരിയെ കാണുമ്പോഴും അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്റെ ദൈവമേ. എന്റെ ഹരിയുടെ കാര്യത്തിൽ മാത്രം തലവേദനയും തളർച്ചയും. അമ്മയോട് സംസാരിക്കുന്നതാണ് മനുഷ്യന്റെ തലവേദന, അല്ലാതെ ഹരിയുടെ കാര്യമല്ല. അച്ഛന് അവന്റെ കാര്യത്തിന് വേണ്ടി കാണാത്ത ആളുകളില്ല, കൊട്ടാത്ത വാതിലുകളില്ല. അമ്മ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് അലീനയുടെ അടുത്ത് ഞാൻ തന്നെ പോയി നാണം കെട്ടു. പിന്നെ അവളുടെ മുമ്പിൽ നാണം കെടാനായിട്ട് എന്നാ ഉള്ളത്? അവളെ കെട്ടാൻ കച്ച മുറുക്കി നീ നിൽക്കുമല്ലേ, എന്നിട്ട് നാണം കെടാന്. അമ്മയുടെ അറിവിലേക്കായിട്ട് ഇതിന്റെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ എങ്ങനെ തലകുത്തി നോക്കിയാലും ഹരിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ ഒരു കേസാ, അതുപോലത്തെ ക്രൂരതയാ ആ പെങ്കൊച്ചിനോട് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അവനെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം മാറുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതുപോലെ ഒരു ഉറപ്പ് എനിക്കുമില്ല, അച്ഛനുമില്ല, ഈ ലോകത്തെ ആർക്കുമില്ല. അവനെ ഇപ്പം ആർക്കും വിശ്വാസമില്ല. തൽക്കാലം അവൻ ചെയ്ത ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി അവന് കിട്ടുന്നതെല്ലാം അതിനുവേണ്ടി തന്നെയാണ്, അവൻ ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടി. ചിലപ്പോ അമ്മയെ നന്നാകേണ്ടി വരും, ചിലപ്പോ അതിനും കൂടെ വേണ്ടി ആയിരിക്കും. ഓരോരോ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാലോ. അതുകൊണ്ട് വല്ലതും പ്രാർത്ഥനയൊക്കെ ചൊല്ലി മോന് വേണ്ടി പൂജാമുറി പോയി വിളക്കൊക്കെ കത്തിച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കാൻ പറഞ്ഞു കേട്ടോ. കമല ദേഷ്യം വന്നിട്ട് അകത്ത് കയറി പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സൗദാമിനി അമ്മൂമ്മേനെയാണ്. സൗദാമിനി അമ്മൂമ്മ ഇങ്ങനെ നിൽക്കുക, കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് സൗദാമിനി അമ്മൂമ്മ ഒരു ഫോണൊക്കെ എടുത്ത് കുത്തുകയും വിളിക്കുകയും പിറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തോ നോക്കുന്നു, ഡയലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെയാണെന്നൊന്നും അറിയത്തില്ല. ഏതായാലും അതൊക്കെ കുത്തുവെടുക്കുകയൊക്കെ ചെയ്തിട്ട് ഫോണൊക്കെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ മനുവിനെയാണ് വിളിക്കുന്നത്. തൊട്ടടുത്ത റൂമിലാണെങ്കിൽ ഫോണിൽ നിന്ന് വിളിക്കണേ, എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്ക് നമ്മുടെ മനു വന്നിട്ട് ഫോൺ എടുത്തോണ്ട് വന്നിട്ട്, ഇത് എന്താ ഒരു ക്ഷമയില്ലാത്തത്, എന്തിനാ വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് എത്ര നേരമായി? എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരണ്ടേ? ചെയ്തോണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തി ശരിയാക്കി വെച്ചിട്ട് വേണ്ടേ വരാന്? ഏതായാലും വന്നല്ലോ നീ മോൻ ഇങ്ങോട്ട് ഇരുന്നേ എന്നും പറഞ്ഞ് അവിടെ പിടിച്ച് ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സൗദാമിനി ചോദിച്ചു, അല്ല, നിങ്ങൾ അച്ഛനും മോനും കൂടെ ജയിലിൽ പോയ കാര്യം എന്തായി? എന്തെങ്കിലും നടക്കുവോ? ഹരീനെ പുറത്തിറക്കാൻ പറ്റുമോ? എന്നോട് എന്താ മോനെ ആരും ഒന്നും പറയാത്തത്? പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല മുത്തശ്ശി, പിന്നെ എന്തിനാ പറയുന്നത്? അതാ പറയാതിരുന്നത്. ജയിലിൽ പോയി, ഹരിയെ കണ്ടു, സംസാരിച്ചു, തിരിച്ചു വന്നു, ഇതൊക്കെ തന്നെയാ സംഭവിച്ചത്. എന്തെങ്കിലും ഉണ്ടേ ഞാൻ മുത്തശ്ശിയോട് പറയാതിരിക്കുവോ? അല്ല, അവൻ ഇനിയും ജാമ്യം കിട്ടാറായില്ലേ മോനെ? മുത്തശ്ശി, അത് വേറെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അവൻ ജാമ്യം കിട്ടാൻ. ആ പെങ്കൊച്ച് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ഹരി അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരുപാട് പ്രയാസ. അങ്ങനെ അവൻ ഉപദ്രവിച്ചു കാണുമോ?
ഇല്ലെന്നാ അവൻ പറയുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുത്തശ്ശി? ഒരിക്കലും അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉം മറ്റെല്ലാവരും ജാമ്യത്തില് ഏഹ്, ഇറങ്ങുന്നത് കൊണ്ട് അവന് മാത്രം ഭയങ്കര മനപ്രയാസമാ. ഇതൊക്കെ അവൻ നേരത്തെ ആലോചിക്കണ്ടേ? ആ പിന്നെ ആ പെങ്കൊച്ചിനോട് തന്നെ ചോദിക്കണം ഹരി പറയുന്നത് സത്യമാണോ എന്ന്. സത്യമാണെങ്കിൽ അവളെ കൊണ്ട് തിരുത്തി പറയിക്കണം. അവള് തിരുത്തി പറയുമോ മോനെ? അവൾക്ക് തിരുത്തി പറയാനുള്ളൊരു മനസ്സുണ്ടോ? ചോദിക്കേണ്ടവര് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തിരുത്തി പറയും. ആര് ചോദിച്ചാല്? അലീന ചോദിച്ചാല് അവള് ഹരിക്ക് വേണ്ടി ഒരു അക്ഷരം പറയുന്നു എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പറയാനാ? അത് ശരിയാ. അത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം മുത്തശ്ശി. എടാ, നീ അലീനയെ കെട്ടാൻ പോവാന്നും പറഞ്ഞ് കമല നെഞ്ചത്ത് അടിച്ചോണ്ട് നടക്കാണല്ലോ. എന്താ നേരാണോ? അല്ല, മുത്തശ്ശിക്ക് നെഞ്ചത്ത് അടിക്കണോ? എടാ നീ പറയടാ, ശരിയാണോ? നീ അലീനയെ കെട്ടാൻ പോവാണോ? അത് പിന്നെ മുത്തശ്ശിയോട് ആരാ ഇതൊക്കെ പറയുന്നത്? അതെ, നിന്റെ അച്ഛനാ ഈ പറയുന്നത്. കമല ബാധ കയറിയ പോലെ നടക്കാണെന്ന് നീ അലീനയെ കിട്ടുന്നു പറഞ്ഞുകൊണ്ട്. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ മുത്തശ്ശിയോട്. മുത്തശ്ശിയുടെ അഭിപ്രായം എന്താ? വളരെ വ്യക്തമായിട്ട് പറയണം. മനസ്സിലുള്ളത് തുറന്ന് പറയണം. ഞാൻ അലീനയെ കല്യാണം കഴിച്ചാല് എങ്ങനെ ഉണ്ടാവും? കൊള്ളായിരിക്കുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി ഇരുന്ന് ആലോചിച്ചിട്ട്, അലീന നല്ലൊരു പെങ്കൊച്ചൊക്കെയാ, ആ കാര്യത്തില് തർക്കമൊന്നുമില്ല, നല്ല സൂപ്പർ പെങ്കൊച്ചൊക്കെ തന്നെയാണ്. പക്ഷെ കുടുംബം, അന്തസ്, പാരമ്പര്യം, ഇതെല്ലാം കുടുംബം. ബാലേന്ദ്രൻ അങ്കിളിന്റെ മോളല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ നേരായ വഴിക്ക് ഉണ്ടായതല്ലല്ലോടാ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരായ വഴി അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാല് അത് പിന്നെ വേറൊരു പെണ്ണ് പിഴച്ചു പ്രസവിച്ചതല്ലേ. അത് ഈ കല്യാണമൊന്നും കഴിച്ചുണ്ടായതല്ലല്ലോ. അതും കൊണ്ടാ ഞാൻ പറഞ്ഞത്. അതൊരു നല്ല പാരമ്പര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അത് നല്ല പാരമ്പര്യം അല്ല മോനെ. താലി കിട്ടിയോ? അതുമില്ല. ഭാര്യയായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടൊന്നുമല്ല, രഹസ്യമായിട്ട് എവിടെയോ കൊണ്ട് താമസിപ്പിച്ച് പൊറപ്പിച്ചിട്ട് ഉണ്ടായ കൊച്ചല്ലേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മനു പറഞ്ഞു, അതെ, മുത്തശ്ശിയുടെ മോള് പിഴച്ച് പ്രസവിച്ച പെങ്കൊച്ചാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ കൊള്ളുമോ? മനസ്സിലൊന്ന് ഓർത്ത് നോക്ക്, വെറുതെ ഒന്ന് വിചാരിച്ചു നോക്ക്. അതെന്നാ വർത്താനോ മനു നീ പറയുന്നത്? നിനക്ക് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്? അല്ല, സംഭവം ശരിയല്ലേ? പിഴച്ചിട്ടില്ലേ എന്ന്. ഇത് കേട്ടത് നമ്മുടെ മുത്തശ്ശി വെട്ടി വേർക്കാൻ തുടങ്ങിയിട്ടോ. അപ്പൊ മനു ചോദിച്ചു, പ്രസവിച്ചിട്ടില്ലേ എന്നൊക്കെ. ആകപ്പാടെ മുത്തശ്ശിക്കൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. ഈ സമയം മനു പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണോ അത്? ഉള്ളതാണോ അത്? പുറമേ അല്ല, ഒരു ഉഗ്രൻ അഭിനയമാ. അന്തസ്, പാരമ്പര്യം, കുലീനത്വം. വൈജി ആന്റി അന്തസ്സും പാരമ്പര്യവും കുലീനത്വം ഒക്കെ ഉള്ള ആളാണെന്നൊക്കെ ഓർത്തിട്ടല്ലേ ബാലേന്ദ്രൻ അങ്കിള് വിവാഹം കഴിച്ചത്. ശരിക്കും അങ്ങനെയാണോ വൈജി ആന്റി? അങ്ങനെയല്ലല്ലോ വൈജി ആന്റി. ഇങ്ങനെ ഒരു ചതി അങ്കിളിനോട് കാണിച്ച നിങ്ങള്, അതായത് എന്റെ മുത്തശ്ശിയും മുത്തശ്ശനും എന്റെ അച്ഛനും എല്ലാവരും അന്തസ്സുള്ളവരാണോ? എന്റെ അച്ഛനടക്കം അന്തസ്സുള്ളവരാണോ എന്നാ ഞാൻ ചോദിച്ചത്. ഈ ചോദ്യത്തിനൊന്നും മുത്തശ്ശിക്ക് എന്താ മറുപടിയില്ലേ? അതുകൊണ്ടാണോ മുത്തശ്ശി ഇപ്പൊ പറഞ്ഞത് അന്തസ്സും അഭിമാനവും ഒക്കെ? ഇപ്പൊ ഒരുത്തം സ്ത്രീപീഡന കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കുന്നു, അത് അന്തസ്സാണോ? അത് പിന്നെ മനു, നീ ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ എന്ത് പറയാനാ? അലീനയുടെ അന്തസ് അളക്കുന്ന അളവുകോല് വെച്ച് എല്ലാവരും ഒന്ന് അളന്ന് നോക്കും മുത്തശ്ശി. അപ്പൊ അറിയാം ആർക്കാണ് അന്തസ്, ആർക്കാണ് അഭിമാനം എന്നൊക്കെ. ഞാൻ ഉടനെ പോയി അലീനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന അറിയാൻ വേണ്ടി മാത്രമാ. എല്ലാവരുടെയും മനസ്സിൽ പറയണമല്ലോ, അതുകൊണ്ട് മാത്രം. ശരി, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു പോകാനായിട്ട്, അതായത് റൂമിൽ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മനു വീണ്ടും പറയാണ്, ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പരത്താതിരുന്നാല് നല്ല കാര്യം. അവനവന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടോ മുത്തശ്ശി. ഇതൊന്നും വെളിയിൽ ആരോടും ചെന്ന് ഘോഷിക്കുകയൊന്നും വേണ്ട, വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് മനു ഇറങ്ങി പോയത്. മുത്തശ്ശി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുക, എന്തിനാണോ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, എന്നെ അങ്ങ് എടുക്കത്തില്ലേന്ന്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനു ഫോണൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും മനു ഫോൺ വിളിക്കുന്നത് കൂട്ടുകാരനെ എങ്ങാണ്ടാണ്. എങ്ങനെയാ ഊരിയെടുക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല, മൊത്തം ട്രാപ്പിഡാണ്. ഏതായാലും നീ ഫോൺ വെച്ചോ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പൊ ഒരാൾ കാറ് കൊണ്ട് ഇങ്ങനെ കയറി വരികയാണ് വീട്ടിലേക്ക്. വേറെ ആരും അല്ല കാറുമായിട്ട് വരുന്നത്. കാറുമായിട്ട് വന്നത് നമ്മുടെ ഗംഗാധരനാണ് കേട്ടോ. അപ്പൊ ഗംഗാധരൻ വന്നു. ഗംഗാധരൻ വന്ന ഉടനെ തന്നെ മനു പറഞ്ഞു, അതെ ആ ബാഗ് ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പം
നമ്മുടെ ഗംഗാധരൻ ബാഗൊക്കെ കൊടുത്തു. ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടല്ലോ ഗംഗാധരനോട് മനുവിന്. അങ്ങനെ പൈസയൊക്കെ കൊടുത്തു. ടാക്സി വിളിച്ചാ വന്നത്. പൈസയൊക്കെ കൊടുത്തു. വന്നിട്ട് ചോദിച്ചു, ഇതെന്ത് പറ്റി നീ ഓഫീസിൽ പോവാത്തത്? അത് പിന്നെ ഞാനിപ്പം വീട്ടിലിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്. അല്ല എല്ലാവരും എന്തി? അവർ രണ്ടും അകത്തുണ്ട്. അല്ല വലിച്ചും പോയ കാര്യങ്ങൾ എന്തായി? ഓ, ഇച്ചിരി പാടൊക്കെ ആയിരുന്നു. രാവിലെ ഇറങ്ങിയതാ, ഭയങ്കര ബ്ലോക്ക്. ഇല്ലായിരുന്നെങ്കിലേ കുറച്ച് നേരത്തെ എത്തിയേനെ. വല്യച്ഛനല്ലാതെ ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുവോ? അതൊന്നും സാരമില്ല. നീ ഫോൺ വിളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? എന്നാ പിന്നെ ഫോൺ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരന്റെ അകത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഏയ് ഇല്ലില്ല, ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞു. അല്ല ഫുഡ് കഴിച്ചായിരുന്നു അങ്കിള്? ഫുഡ് കഴിച്ചില്ല. എന്നാ ബാ ഫുഡ് കഴിക്കാം. അല്ല നീ രാത്രി ഫുഡ് കഴിയൊക്കെ ഇല്ലെന്ന് പറയുന്ന കേട്ടോ. അത് പിന്നെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഏതായാലും ബാ എന്നാ പിന്നെ നമുക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരകത്ത് കയറി ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുക. കമലയാണ് വിളമ്പി കൊടുക്കുന്നത്. കമല ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കരമേനോൻ പറഞ്ഞു, അല്ല ഗംഗേട്ടന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല നല്ല അടിപൊളിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ചുപേരെയൊക്കെ കണ്ടു, പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കമ്പനി കൂടി. അത് മാത്രമേ ഉള്ളൂ. അല്ല വൈജയുടെ വിവരം വല്ലതും ഉണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാ അറിഞ്ഞത്. ഇവൻ കഴിഞ്ഞ 2 ദിവസം പോയി കണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വഭാവം, യാതൊരു മാറ്റവും ഇല്ല. യുദ്ധത്തിന് റെഡി ആയി തന്നെ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. ആൾബലം ഇല്ലാത്തതിന്റെ ഒരു ധൈര്യക്കുറവുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു, അല്ല അവളുടെ ആൾബലത്തിന് എന്ത് പറ്റി? അവളുടെ കൂടെ നീറുപോലെ നിൽക്കാൻ ബബിത ഉണ്ടല്ലോ. അതൊക്കെ മാറി. ഇപ്പം ബബിതയെ ആരുടെ വശത്താണെന്നറിയാമോ? ഇപ്പം അലീനയുടെ വശത്താ. പിന്നെ ബബിത പ്രത്യക്ഷത്തിൽ കാണിക്കാതിരിക്കുന്നില്ല എന്നോ ഉള്ളൂ. പക്ഷെ എല്ലാവരും അലീനയുടെ വശത്ത് തന്നെയാ. ഓഹോ, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യമാണല്ലോ. അലീന ആ കോളനിക്കാർ ആക്രമിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതെന്റെ കയ്യിൽ കിട്ടിയായിരുന്നു. അത് ഞാൻ അവളെ കാണിച്ചു കൊടുത്തു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത ഫ്ലാറ്റ് ആയി എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ കമല പറഞ്ഞു, കുടുംബത്തിനോട് കൂറുള്ളവരങ്ങനെയാ. ഇളയതുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. എനിക്ക് കൊണ്ടൊരു ഭർത്താവും മോനും തന്നിട്ട് എന്താ? ഒരു ഉപയോഗവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. എന്റെ മോനെ ജയിലിൽ നിറക്കാൻ പറ്റുമോ ഇവര് രണ്ടുപേരും നോക്കിയിട്ട്? പറ്റിയില്ലല്ലോ, ഇനി പറ്റൂന്ന് തോന്നുന്നുമില്ല. അതിനൊന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അവര് നോക്കാഞ്ഞിട്ടാണോ? ചുമ്മാതെ അവര് ബ്ലെയിം ചെയ്തിട്ട് എന്താ കാര്യം? അവർ പരമാവധി പരിശ്രമിച്ചല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കമലയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നോ? കാരണം എന്താ വരാത്തത്? ഈ ക്രൈമിന്റെ ഇന്റൻസിറ്റിയും വ്യക്തം അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആരും ഇങ്ങോട്ടേക്ക് വരാത്തത്. ഓ, എന്നെയും എന്റെ മോനെയും സഹായിക്കേണ്ടവര് സഹായിക്കുന്നില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവര് സഹായിക്കാനായിട്ട് വരുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഗംഗേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, ഇത് വെറും വേസ്റ്റ്. നമ്മുടെ എടുക്കുന്ന ഒരു എഫേർട്ടില്ലേ, അതെന്താണെന്ന് എത്ര പറഞ്ഞാലും അമ്മയുടെ തല കയറത്തില്ല. ഓ, ഇവരെ ഹരിയെ കാണാൻ പോയപ്പോഴത്തേക്കും ഹരി പറഞ്ഞതാ രക്ഷപ്പെടുത്താനുള്ള വഴിയൊക്കെ. അപ്പൊ പേടിയാ, പറ്റത്തില്ല. അതെന്താ ശിവ സംഭവം? അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഗംഗേട്ട, ഹരി പറയുന്നത് പോസ്പോ കേസ് ഒഴിവാക്കിയാല് ജാമ്യം കിട്ടുമെന്നൊക്കെയാ. പക്ഷെ പോസ്പോ കേസ് ഒഴിവാക്കാൻ പറ്റുമോ? അതിനാ പെൺകുട്ടി സത്യം പറയണം. ഹരി അവളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്തു പറ്റി? ഹരി പറയുന്നത് ശരിയാണോ? അതിനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്റെ പൊന്നു വല്യച്ച. ആ പെൺകുട്ടി കടന്നുപോയ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ പറയാതെ തന്നെ അത് ചിന്തിക്കാൻ പറ്റൂല വല്യച്ഛന്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മനസ്സിലാക്കാതെ നമ്മൾ ചെന്ന് പണ്ട് നിന്നെ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ ചെന്നതിന് മാത്രമേ കേസുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കമൽ പറഞ്ഞു, എന്നതായാലും ഗംഗേട്ട, ഇവർ ഈ അച്ഛനും മകനും കഥ പറഞ്ഞിരുന്ന സമയത്ത് അലീന പോയി രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നു. ആ പെണ്ണ് മൊഴിമാറ്റി പറഞ്ഞല്ലോ. അതെന്താ ഇവർ ഓർക്കാത്തത്? അതെന്തുകൊണ്ട് ഇവർ ഓർക്കുന്നില്ല? ഇവർക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റത്തില്ല. നാണക്കേട് പോലും നാണക്കേട്. അപ്പൊ മനു പറഞ്ഞു, വല്യച്ഛ, അമ്മയ്ക്ക് ഇപ്പോഴും അവനെന്തോ മാവേന്ന് മാങ്ങ പറിച്ചതിന് ജയിലിൽ പോയെന്നാ വിചാരം. രോഹിത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല. അപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, നമ്മളെല്ലാ വഴിയും നോക്കി ഗംഗേട്ട, ഇതും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ അലീന തന്നെ വിചാരിക്കണം. അവള് മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിയുമായിട്ട് ആകെ മാനസികടുപ്പമുള്ളത്, അല്ലാതെ നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. മനു കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയതാ ആ കുട്ടീനെ കാണാനായിട്ട്. അപ്പം മനുവിന് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനു പറഞ്ഞു, അതെ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. അലീനയാണ് ശരണേനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും കമല അവിടെ നിന്ന് എന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അതിനവൾ എന്ത് വില കൊടുത്തു എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാ. ബാലേന്ദ്രൻ അങ്കിള് രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി അലീനയെ കൊണ്ട് ശരണയെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചതാ. പക്ഷേ അലീന അത് റിജക്ട് ചെയ്തു. അലീനയ്ക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു.
പിന്നെ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യത്തില് അലീന കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങിയത്. അതായത് രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞ അന്ന് മുതലാണ് അലീന രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. അല്ലാതെ ഒരിക്കലും വേറെ ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല. അതുകൊണ്ട് ഞാൻ അവളെ പോയി കണ്ട് റെക്കമെൻഡ് ചെയ്ത് നാണം കെട്ടണമെന്നാണോ പറയുന്നത്? അവളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കണമെന്നാണോ പറയുന്നത്? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ കമല, നീയെ അവളുടെ വീരകഥ പാടിക്കൊണ്ട് ഇവിടെ ഇരുന്നോ? അനിയനൊരുത്തും ജയിലിൽ കിടപ്പുണ്ട്. ഓ, ഞാനാണ് അവനെ കൊണ്ട് ജയിലിൽ ഇട്ടത് അല്ലല്ലോ. ദേ ഒന്ന് ഓർത്തോ, അവനെ ഇനി ജയിലിൽ നിന്ന് ഇറക്കാൻ എന്റെ കയ്യില് യാതൊരു വഴിയില്ല. അമ്മ പറ്റുമെങ്കിൽ ഇറക്കാൻ നോക്ക്. ഞാൻ ഇനി ഇതിന് ഇറങ്ങത്തുമില്ല. ശോ, എന്റെ മനു, നീ പിണങ്ങി പോവല്ലേ? ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്ന് ഗംഗാധരൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ സൊല്യൂഷൻ ഉണ്ടാവത്തില്ല, സമാധാനം പോവുള്ളൂ. ഞാൻ റൂമിൽ കാണും. വലിയച്ഛനൊരു കാര്യം ചെയ്യാം, റൂമിലേക്ക് വാ, അല്ലാതെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. അപ്പം കമലയാണെങ്കിൽ, ഓ, അവളെ പറഞ്ഞതേ സുഖിച്ചില്ല. എങ്ങനെ സുഖിക്കാൻ? കെട്ടാൻ വേണ്ടി മുട്ടി നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെയാ സുഖിക്കുന്നത് എന്ന്. ഈ സമയത്ത് നമ്മുടെ ഗംഗാധരൻ കെട്ടാനോ? ആരെ കെട്ടാന്? ആ, ദേ ഇങ്ങനോട് ചോദിച്ചാൽ മതി, എല്ലാം പറയും. മോന്റെ ജീവിതത്തെക്കുറിച്ച് മൊത്തം കാര്യം അറിയാവുന്ന അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മനുഷ്യ. ഇനി ഞാൻ കാരണം ആരുടെയും സമാധാനം പോകണ്ട. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. സമാധാനം ഇനി കളയുന്നില്ല. അതെ, തിന്ന പാത്രം കഴുകി വെച്ചോനം, ഇനി എന്നെ അതിന് കിട്ടത്തില്ല കേട്ടോ എന്ന് മനുവിനോട് വിളിച്ചു പറയപ്പോഴത്തേക്ക് മനു പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കമല അങ്ങ് പോയേ. അപ്പോഴത്തേക്ക് ശിവനോട് നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു, എന്താ കമൽ ഈ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞതാ ഗംഗേട്ടാ, അവളെ കെട്ടത്തുള്ളൂ എന്നൊക്കെ. അത് ആ സംസാരത്തിന്റെ വാശിയിൽ അങ്ങ് പറഞ്ഞു പോയതാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ മനു മേളിൽ നിന്ന് പറയുകയാണെ, അങ്ങനെയൊന്നും തോന്നണ്ട ആർക്കും, സംസാരത്തിന്റെ വാശിയിലൊന്നും ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ വാശി പുറത്ത് പറയാനേ അത്രയ്ക്ക് ബോധമില്ലാത്തവനൊന്നും അല്ല ഞാന് മനസ്സിൽ തട്ടി തന്നെയാ പറഞ്ഞത്. അലീനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അച്ഛന്റെ ഡൗട്ടെല്ലാം മാറ്റി വെച്ചേരെ കേട്ടോ. എനിക്ക് അവളോട് താല്പര്യം ഉണ്ടായിട്ട് തന്നെയാ, എനിക്ക് അവളെ ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ കെട്ടുന്ന കാര്യം നിങ്ങളോടൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മനു അങ്ങകത്തേക്ക് കയറിപ്പോയി. കമല ഇത് കേട്ടോണ്ട് നിൽക്കുക. കമലയ്ക്ക് വീണ്ടും കലി വന്നിട്ട് എന്ന് പറഞ്ഞ് കമലയും കയറിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ശിവശങ്കർ മേനോനും ഉണ്ട്, പിന്നെ നമ്മുടെ ഗംഗാധരനുണ്ട്. അങ്ങനെ ഗംഗാധരൻ പറഞ്ഞു, അല്ല എന്താ നിന്റെ അഭിപ്രായം ശിവ? നീ പറഞ്ഞില്ലല്ലോ ഒന്നും. അത് പിന്നെ ഗംഗേട്ടാ, ഇപ്പൊ ഈ വിഷയം കൂടി എന്റെ തലയിൽ ഇട്ട് ഓടിക്കാൻ എന്നെ കൊണ്ട് ആവത്തില്ല. അത്രയ്ക്ക് പ്രഷറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് വയ്യ അതിനെക്കുറിച്ച് ആലോചിക്കാൻ. എന്നാ പിന്നെ നമുക്ക് ബാലചന്ദ്രൻ വഴി പോസ്പോ കേസ് ഒഴിവാക്കുന്നതിനെ കുറിച്ച് നമുക്ക് അലീനോടൊന്ന് സംസാരിച്ചു നോക്കാം. ചെയ്തതിന്റെ ശിക്ഷ എന്തായാലും അവന് കിട്ടും. ജയിൽ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രം നോക്കിയാൽ മതി. അത് മാത്രമേ ഉള്ളൂ നേട്ടം, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരനും ശിവശങ്കര മേനോനും ഇങ്ങനെ കഴിക്കുന്നിടത്ത് എണീറ്റ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാധരൻ സൗദാമിനി അമ്മൂമ്മേനെ കാണാൻ വേണ്ടി റൂമിനകത്തേക്ക് ചെല്ലുകയാണ്. അമ്മേന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും, നീ എപ്പോഴാ വന്നത് മോനെ, കയറി വാന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗംഗാധര മേനോന് സൗദാമിനി അമ്മൂമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഇത് കുറച്ച് ഈന്തപ്പഴവും ക്യാഷ് ആൻഡ് ഒക്കെ ഉണ്ട്, ഇവിടെ കൈയെത്തിച്ച് എടുക്കാത്ത പോലെ മോൻ വെച്ചോ. അതെന്തിനാ മോനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ കമലയുടെ കൈ കൊണ്ട് ഇതൊന്നും ഇവിടെ എത്താൻ വഴിയില്ലെന്ന് എനിക്കറിയാം. ഇവിടെ വെച്ചാലും അവൾ എടുത്തോണ്ട് പോകും മോനെ, എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ഇതിവിടെ ഇരിക്കട്ടെ, പ്രായമാകുമ്പോഴേ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗംഗാധരൻ അവിടെ ഇരുന്ന ഉടനെ നമ്മുടെ സൗദാമനി ചോദിച്ചു, അല്ല നീ തിരുവനന്തപുരത്ത് പോയ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിച്ചാല്, ഞാൻ കാര്യം നടത്താൻ വേണ്ടിയൊന്നും അല്ലല്ലോ തിരുവനന്തപുരത്ത് പോയത്. പിന്നെ എന്നാത്തിനാ തിരുവനന്തപുരത്ത് പോയത്? പണ്ട് മിലിറ്ററിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കുറച്ച് ഓഫീസിൽ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ ഉണ്ട്. അവരെ ഒന്ന് കാണാനും ഓർമ്മ പുതുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയതാ. അല്ല, എന്നിട്ട് എല്ലാവരെയും നീ കണ്ടോ? ചിലവരെ കണ്ടു, ചിലരെ കണ്ടില്ല. പിന്നെ രാവുണ്ണി മാമയുടെ വീട്ടിലും പോയി, ശാസ്ത്രമംഗലത്ത്. അയാള് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും സുഖമായിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് തോന്നും. ഓരോ ഫാമിലിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ സുഖം ഒരു വാക്ക് മാത്രമാണെന്ന്. അതുപോലെ ഒരു വാക്ക് മാത്രമായിരിക്കാം സുഖം. അല്ല, ശങ്കുണ്ണി അമ്മാമ്മയുടെ മകന്റെ മോള് ഒരുത്തനുമായിട്ട് കൊണ്ടുപിടിച്ചൊരു പ്രേമം, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു തമിഴൻ എങ്ങാണ്ടാന്ന് തോന്നുന്നു. കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ചാടിപ്പോവും. അല്ല മോനെ, ഇവിടെ വേറൊരു സംഭവം, മനു അലീനയെ കെട്ടാൻ പോവാന്ന് പറയുന്നു. അതൊക്കെ കേട്ടോ? അവൻ കെട്ടിക്കൊണ്ട് വരട്ടെ, അമ്മയെ നോക്കാന് ആളായല്ലോ. ആളുകൾ എന്നാ പറയും? അതും കൂടി നീ ഓർക്കണ്ടേ? ബാലചന്ദ്രന്റെ മോളാണെന്ന് അമ്മേന് മുമ്പിൽ പറയാൻ കൊള്ളുവോ? പറ്റത്തില്ലല്ലോ. വേലക്കാരിയെ കെട്ടിന്നല്ലേ നാട്ടുകാരൊക്കെ പറയത്തുള്ളൂ. അല്ല, നല്ല പെണ്ണല്ലേ അലീന?
പിന്നെ പ്രശ്നം ഇരിക്കുന്നത്? ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നല്ലൊരു പെണ്ണിനെ വേണം, മനുവിന് ഇണങ്ങുന്ന ഒരു പെൺകുട്ടി വേണം. അലീനെ അവന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ. എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അത്ഭുതത്തോടും അതിശയത്തോടു കൂടി നോക്കണം. പക്ഷെ നമ്മുടെ ഗംഗാധരൻ അറിയാലോ ഈ പറയുന്ന വൈജയുടെ മോള് അലീനാന്ന്. അപ്പൊ കാത്തിട്ട് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ വന്നപ്പോ. എല്ലാവർക്കും ചാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.